നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്ത്, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഇന്ന് 75 വയസ്സ് തികയാണ്. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇന്ത്യയിലെ സിനിമാ പ്രേക്ഷകർക്ക് മുഴുവനും ഒരു ആഘോഷത്തിൻ്റെ ഒരു ദിവസമാണ്. അപ്പോൾ രജനീകാന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കഥകൾ നമ്മൾ ഒരുപാട് എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങൾ. അപ്പോൾ അതിൽ വേറെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഒരുവിധം എല്ലാ ഭാഷകളിലും രജനീകാന്ത് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്കറിയാം തമിഴ് തന്നെയാണ്. ശരിക്കും ഒരു തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറായി വന്ന് പിന്നീട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി മാറിയ ആളാണ് രജനീകാന്ത്. ശരിക്കും നമ്മൾ മലയാളികൾക്ക് രജനീകാന്തിനെ 2 സിനിമകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിലൊന്ന് അലാവുദ്ദീനും അത്ഭുത വിളക്കും, ഐ.വി. ശശിയുടെ സിനിമ, പിന്നെ ഒന്ന് ഗർജനം എന്ന് പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ ശരിക്കും അന്ന് നമുക്കറിയാം ഗർജനം എന്ന് പറയുന്നൊരു സിനിമ അന്ന് അവർ പ്ലാൻ ചെയ്തിരുന്നപ്പോൾ തമിഴിലും കന്നഡയിലും രജനീകാന്ത്, ആ റോള് മലയാളത്തിൽ നമ്മുടെ ആക്ഷൻ ഹീറോ ജയൻ, ഇങ്ങനെയായിരുന്നു ഒന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസം അഭിനയിച്ചൊക്കെ ശേഷമാണ് ജയൻ മരിച്ചത്. അങ്ങനെ ജയൻ മരിച്ചപ്പോൾ ആ റോള് രജനീകാന്ത് തന്നെ മലയാളത്തിൽ ചെയ്തു. പക്ഷേ ആ സിനിമ പരാജയമായിരുന്നു. 81 റിലീസായത്. ഒരുപക്ഷെ ചിലപ്പോൾ ആ ഗർജനം ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ രജനീകാന്ത് തുടർന്നും കുറച്ച് സിനിമകളൊക്കെ മലയാളത്തിൽ ചെയ്തേനെ. കാരണം ശരിക്ക് നമ്മൾ മലയാളികൾ രജനീകാന്തിനെ പോലത്തെ ഒരു നടനെ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ജയനായിരുന്നു ശരിക്കും അന്ന് ഒരു ആക്ഷൻ ഹീറോ. ശരിക്കും എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ എന്ന് പറയാൻ പറ്റില്ല, മലയാളത്തിൽ ജയൻ ഉണ്ടാക്കിയെടുത്ത ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അതുവരെയുള്ള അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ബോഡിയുള്ള ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുന്ന ഒരു നടനെ അന്ന് മലയാളത്തിൽ ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് ജയൻ്റെ ഒരു മരണത്തോടു കൂടി പിന്നെ നമുക്ക് മലയാളികൾക്കും അങ്ങനെ ഒരു നടനെ ശരിക്കും ആ സമയത്തൊന്നും കിട്ടിയിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ബാബുവിനെ പോലത്തെ നടന്മാരൊക്കെ ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ലാലേട്ടനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ജയന് ഒരു തുല്യമായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോ ഒരു റോളൊക്കെ ചെയ്യുന്ന ഒരു സൂപ്പർമാൻ ഇമേജുള്ള ഒരു നടനെന്ന് മലയാളത്തിലില്ലായിരുന്നു. ആ ഒരു സ്നേഹമായിരിക്കാം ഞാൻ ഈ അടുത്തൊരു ആർട്ടിക്കിൾ വായിച്ചു, അതൊരു രജനീകാന്തിൻ്റെ ഒരു ഫാൻസിനെ കുറിച്ച്, രജനീകാന്തിനോടുള്ള പ്രേക്ഷകരുടെ ആരാധനയെക്കുറിച്ചൊക്കെ. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് ജയനോടുണ്ടായിരുന്ന ഒരു സ്നേഹം, ജയൻ്റെ ഒരു അഭാവത്തിൽ ആ ഒരു സ്നേഹം രജനീകാന്തിനും കൂടി മലയാളികൾ കൊടുത്തതായിരിക്കാം. അതായിരിക്കാം അദ്ദേഹത്തിന് തമിഴ്നാട്ടിലെ പോലെ തന്നെ നമ്മളും വളരെയധികം ആരാധിക്കുന്നതും രജനി പടങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരു സ്വീകരണം, നമ്മുടെ കേരളത്തിലും അങ്ങനത്തെ ഒരു സ്വീകരണമൊക്കെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പിന്നെ അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് രജനീകാന്തിന് ശരിക്കും മലയാളത്തിൽ വരുമായിരുന്ന ഒന്നായിരുന്നു ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സിനിമ. അതിൽ ശരിക്കും മമ്മൂട്ടിയും സുമലതയും സുരേഷ് ഗോപിയും ഒക്കെ അഭിനയിക്കുന്ന സിനിമയിൽ രജനീകാന്ത് ഒരു ഗസ്റ്റ് റോളായിട്ട് വരുന്നു. അത്യാവശ്യം ഒരു ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ് രജനീകാന്ത്. അതിലൊരു പൈസ പോലും ഞാൻ തന്നില്ലെങ്കിൽ ഞാൻ അഭിനയിക്കും, ന്യൂഡൽഹിയുടെ ഒരു ടീമിന് വേണ്ടി എൻ്റെ ഒരു എൻ്റെ ഒരു സമ്മാനമാണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അന്ന് രജനീകാന്ത് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അന്ന് ചില പ്രശ്നങ്ങൾ കാരണം, അതായത് അന്ന് അവർക്ക് വിദേശത്തുനിന്ന് ഗൾഫ് രാജ്യങ്ങൾ കുറേ യുദ്ധമൊക്കെ വന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, ആ പറഞ്ഞ ഡേറ്റിൽ ഇവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് ആ പ്രൊജക്റ്റ് തന്നെ ഡ്രോപ്പായി എന്നൊക്കെ ഡെന്നിസ് ജോസഫ് പറഞ്ഞത് നിങ്ങൾ കുറേ പേരൊക്കെ അറിയുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ രജനീകാന്തിന് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയണം. പിന്നെ രജനീകാന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ശരിക്കും നമുക്കറിയാം 77 രജനീകാന്തിന് അന്ന് ഭൈരവി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ആ ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് രജനീകാന്തിനെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന ഒരു വലിയൊരു കട്ടൗട്ട് എന്ന് വരുന്നത്, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് പറഞ്ഞ്. അന്ന് രജനീകാന്തിന് അത് മടിയായിരുന്നു. രജനീകാന്തിന് അന്ന് ശിവാജി ഗണേശനുണ്ട്, പിന്നെ സൂപ്പർ സ്റ്റാറായിട്ട് എം ജി ആർ അന്ന് സിനിമയിൽ നിന്നൊക്കെ മാറിയെങ്കിൽ കൂടിയും പിന്നെ കുറേ നടന്മാർ അന്നുണ്ട്. ഇപ്പോൾ ശിവകുമാറിനെ പോലെയുള്ള നടന്മാരൊക്കെ അന്ന് തിളങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ വേണ്ട. പിന്നെ കമൽഹാസൻ രജനീകാന്തിനെക്കാട്ടും പ്രായം കൊണ്ടല്ല, പക്ഷെ സിനിമകളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് കമൽഹാസൻ. അപ്പോൾ രജനീകാന്ത് പറഞ്ഞു കമലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ സൂപ്പർ സ്റ്റാർ ആവും. പക്ഷെ ആ ഒരു പ്രൊഡ്യൂസർ നിർബന്ധമായിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് പോസ്റ്ററുകൾ വെച്ചു. പിന്നീട് ആ സൂപ്പർ സ്റ്റാർ പട്ടം ഒരിക്കലും മാറ്റേണ്ടി വന്നിട്ടില്ല. പിന്നെ അണ്ണാമലൈ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് മ്യൂസിക് ഡയറക്ടർ ദേവയാണ് നമ്മൾ ഇപ്പോഴും കാണുന്ന രജനി എന്നൊരു ടൈറ്റിൽ, സൂപ്പർ സ്റ്റാർ രജനി എന്ന് പറഞ്ഞൊരു ടൈറ്റിലൊക്കെ അത് അന്ന് അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് തുടങ്ങുന്നത്. അത് ഇപ്പോഴും റീസെൻ്റായിട്ട് ഇറങ്ങിയ കൂലിയിൽ വരെ നമ്മളത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കമൽഹാസനും രജനീകാന്തും കൂടി ഏകദേശം ഒരു 20ഓളം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് അവർ തന്നെ വളരെ സൗഹൃദത്തിൽ അവർ പറഞ്ഞു നമുക്ക് രണ്ടുപേരും അത് പ്രത്യേകിച്ച് അന്ന് കമൽഹാസൻ രജനീകാന്തിനോട് പറഞ്ഞു എന്നാണ് പറയണത്. കാരണം അന്ന് കമൽഹാസൻ ഹീറോ എന്ന സിനിമയിൽ രജനി വില്ലനാവുന്നു, പിന്നീട് അവർ ഒരുമിച്ച് ഫ്രണ്ട്സായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ ഒരിക്കലും രണ്ടുപേർക്ക് 2 വഴിക്ക് പോയാൽ മാത്രമേ, അത് രജനീകാന്തിന് ഒരു സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റിയും ഒരു സ്പേസും ഒരു സ്റ്റാർഡൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒറ്റയ്ക്ക് വിജയങ്ങൾ വേണം എന്ന് പറഞ്ഞ് കമൽഹാസനൊരു നിർബന്ധത്തിന് വഴങ്ങിയാണെന്ന് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഫാൻസും
കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക ഇവരുടെ ഒരു ഫാൻസിനൊക്കെ അതാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സ്പ്ലിറ്റ് ആയിട്ട് പോയത്. പിന്നീട് അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ഇപ്പോൾ അവർ വീണ്ടും ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ എന്താ പറയുക ഫൈനൽ ഇതൊക്കെ വരുന്നേ ഉള്ളൂ. സുന്ദർസിയുടെ പേരൊക്കെ കേട്ടിരുന്നു സംവിധായകരുടെ, അത് മാറി അപ്പം അങ്ങനെയൊക്കെ വരുന്നു. പിന്നെ രജനീകാന്തിനെ കുറിച്ച് പറയാനുള്ള ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുമ്പോൾ രജനീകാന്തിൻ്റെ ഉണ്ടായിരുന്ന ഒരു പേടി, അന്ന് നാഗേഷ് എന്ന് പറയുന്ന ഒരു നടൻ, രജനീകാന്തിനെക്കാട്ടൊക്കെ വളരെ സീനിയറായിട്ടുള്ള നടൻ, അദ്ദേഹമാണ് പറഞ്ഞ ധൈര്യം കൊടുത്തതും. പിന്നീട് അന്ന് അദ്ദേഹത്തിൻ്റെ കുറേ ഉപദേശങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ രജനീകാന്തിനെ പറയാറുണ്ട് ഞാൻ കമൽഹാസനെയും അതുപോലെ തന്നെ കെ ബാലചന്ദ്ര സാർ ഇവരെയൊക്കെ എല്ലാവരുടെയും, അതായത് സീനിയേഴ്സിനെയൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്യും. ഇന്നും നമുക്കറിയാം ജൂനിയേഴ്സിനെ വരെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന നടനാണ് രജനീകാന്ത്. കൂലിയുടെ ഒക്കെ പ്രൊമോഷൻ സമയത്തൊക്കെ നമ്മുടെ എത്രയോ ജൂനിയറായ രജനീകാട്ട് എത്രയോ ജൂനിയറായ സൗബിനെ കുറിച്ചും വളരെ വളരെ റെസ്പെക്റ്റോട് കൂടിയൊക്കെ രജനീകാന്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സിനിമയിലൊരു ഇമേജേ അല്ല അദ്ദേഹത്തിൻ്റെ. പുറത്ത് അദ്ദേഹം ഒരു മേക്കപ്പ് ഒന്നും ഇല്ലാതെ വീക്കൊന്നും വെക്കാൻ നടക്കുന്ന അത് ആ ഒരു ഇത് രജനീകാന്ത് തന്നെ ഉള്ളൂ. അങ്ങനെ പിന്നീട് അത് കുറേ പേര് രജനീകാന്തിനെ അനുകരിച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ രജനിക്ക് തുല്യം രജനി എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൾ ഒരിക്കൽ ഐശ്വര്യ ഒരിക്കൽ എഴുതിയൊരു ആർട്ടിക്കിളുണ്ട്, ഇവരുടെ മക്കളെ ഒരിക്കലും ഒരു സെലിബ്രിറ്റി ആ ഒരു സ്റ്റാറ്റസോടുകൂടിയല്ല രജനീകാന്ത് വളർത്തിയത്. അവരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരിക്കലും ഒരു മീഡിയയിലോ അല്ലെങ്കിൽ ഒരു എവിടെയും അവരൊന്നും അധികം, അതായത് ഇവർ സാധാരണക്കാരെ പോലെയാണ് സ്കൂളിൽ പോയിരുന്നതും പഠിച്ചിരുന്നതൊക്കെ. അപ്പോൾ ഒരിക്കലും ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ ഇത് രജനിയുടെ മക്കളാണ് ഐശ്വര്യയും സൗന്ദര്യം എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അന്ന് രജനീകാന്ത് ഈ പോളിയോ ഇതിൻ്റെയൊക്കെ ഒരു വളരെ എന്താ പറയുക സോഷ്യൽ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അപ്പോൾ പോളിയോ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ രജനീകാന്ത് അതിൻ്റെയൊക്കെ ഒരു ബ്രാൻഡ് അംബാസിഡറോ അതിൻ്റെയൊക്കെ ഒരു ക്യാമ്പയിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ ഒരു ഗോസിപ്പുകൾ വന്നിരുന്നു രജനീകാന്തിൻ്റെ മക്കൾക്ക് പോളിയോ ഒക്കെ ബാധിച്ചിട്ടുണ്ട്, അതാണ് രജനീകാന്ത് മക്കളെ പുറത്ത് കൊണ്ടുവരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അങ്ങനെ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി രജനീകാന്ത് അന്ന് മക്കള് എന്താ പറയുക അവരെ മക്കളെ മുമ്പിൽ മീഡിയയുടെ മുമ്പിലല്ലെന്ന് തോന്നുന്നു അവർ ഒരു ഡാൻസ് ചെയ്യുകയോ ഏതോ ഒരു അതിഥികൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല, പോളിയൊന്നും ബാധിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി മക്കൾക്ക് ഡാൻസ് ചെയ്യേണ്ടി വന്നതും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ ഇവർ ഫാമിലിക്ക് ആയിട്ട് എവിടെ ട്രിപ്പ് പോയപ്പോൾ പാരീസിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തിരിച്ച് എയർപോർട്ടിലേക്ക് അവിടുന്ന് ഇന്ത്യയിലോട്ട് വരാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയത്ത് മകളുടെ ലഗേജ് മിസ്സായി. അപ്പോൾ അന്ന് ഐശ്വര്യ നൈറ്റ് ഡ്രസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് മാറ്റി ഇടാൻ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ ഒരു മടിയായതുകൊണ്ട് രജനീകാന്ത് ബാഗ് തുറന്നിട്ട് രജനീകാന്തിൻ്റെ ഒരു ലുങ്കിയും ഒരു ടീഷർട്ടൊക്കെ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഇട്ടിട്ട് വാ എന്ന് പറയുന്നതാണ്. അപ്പോൾ മകൾ പറയണത് പാരീസിൽ ഒരു വിദേശ കൺട്രിയിലേക്ക് പോകുമ്പോൾ കയ്യിൽ ലുങ്കിയും സാധാരണ ഒരു ടീഷർട്ടും എടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ല. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു നടനാണ് രജനീകാന്ത്. രജനീകാന്തിനെ കുറിച്ച് പറയാവുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ പലർക്കും പലതും അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ നമുക്കൊരു എന്താ പറയുക ഒരു ജന്മദിനം എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലത്തെ ഭയങ്കര രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ചർച്ചകളൊക്കെ പലപ്പോഴും വരാറുണ്ട്. നമുക്കറിയാം ജയലളിതയായിട്ടുള്ള ചില ഇഷ്യൂസിൻ്റെ പുറത്ത് ഒരിക്കൽ പോകുമ്പോൾ വഴിയിൽ പോലീസ് തടഞ്ഞു നിർത്തി ജയലളിത പോയിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രജനീകാന്ത് കാറിൽ നിന്ന് ഇറങ്ങി ഒരു പെട്ടിക്കടയിൽ പോയി സിഗരറ്റ് മേടിച്ചപ്പോൾ അവിടെ ഫുൾ റോഡ് ബ്ലോക്കായ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു എന്താ പറയുക ജീവിതത്തിലും ഒരു ഹീറോയിസം കാണിക്കുന്ന ഇതിനെയൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് ഇതൊരു മനസ്സിൽ കിടന്നിട്ടാണ് ലൂസിഫർ എന്നുള്ള സിനിമയിലൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമുക്കറിയാം. അതിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടർ നടന്നു പോകുന്നതും കാറിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നതൊക്കെ പോലീസ് കടത്തി വിടാതെ. അപ്പോൾ ഇതിന്നൊരു ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ് പൃഥ്വിരാജിൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളതെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തായാലും രജനീകാന്ത് ഇപ്പോൾ അഭിനയം നിർത്താൻ പോവുകയാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി 1-2 സിനിമകൾ കൂടി ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം രജനീകാന്തിൻ്റെ എന്താ പറയുക ഒരു ഫെയർവെൽ സിനിമ ലോകത്തോടുള്ള സിനിമയിൽ നിന്ന് അദ്ദേഹം മാറുന്നത് ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ കൂടി ആവട്ടെ. ഇപ്പോൾ ജയിലർ 2 വേണ്ടിയാണ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് 1-2 സിനിമകൾ കൂടിയും ചെയ്യും എന്നാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്കതൊക്കെ കാത്തിരുന്ന് കാണാം.